ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ചാനലിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു +1 പബ്ലിക് എക്സാമിൻ്റെ ടൈമിലാണ് അത്യാവശ്യം പേപ്പർ റിവ്യൂസ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത്. പിന്നീട് ആ ഒരു വെക്കേഷനൊക്കെ ആയിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നു. അങ്ങനെ ഒരു മടി പിടിച്ച പോലെയായി. അതുകൊണ്ടാണ് വീഡിയോസ് വരാൻ വൈകിയത്. അപ്പോൾ ഇനി മുതൽ അത്യാവശ്യം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് എയിം ചെയ്യുന്നത് +1 ഫ്രഷേഴ്സിനെയാണ്. ഇപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് ജൂലൈ 9. ജൂലൈ 6-നായിരിക്കും +1 സ്റ്റുഡൻസിന് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒക്കെ ആ ഒരു അലോട്ട്മെൻറ്റ് ആ ടൈമിൽ പ്ലാൻ ചെയ്തതാണ്. ഏത് സ്ട്രീം എടുക്കണം, ചൂസ് ചെയ്യണം, അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ ചില കാരണങ്ങളാൽ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും ക്ലാസ്സൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവുമല്ലോ ഓരോ സ്ട്രീമിലൊക്കെ. ഇനിയിപ്പോൾ ട്രാൻസ്ഫർ അങ്ങനെ കുറച്ച് ചില കുട്ടികളൊക്കെ കോഴ്സസൊക്കെ മാറുള്ളൂ. അപ്പോൾ ഇനി ഏത് കോഴ്സാണ് എടുത്ത് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടിപ്സ് പോലെ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ +1നെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് അതിലെ സ്ട്രീംസിനെ പറ്റിയിട്ടാണ്. കാരണം 10th വരെ നമ്മളെല്ലാവരും ഒരേ ഒരു സിലബസിൻ്റെ കീഴിലാണല്ലോ പഠിക്കുന്നത്, ഒരേ കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ 10th കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള, അതായത് നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിഷയം നമുക്കെടുത്ത് പഠിക്കുക. അങ്ങനെ പിന്നെ കുറേ സ്ട്രീംസും കോമ്പിനേഷൻസൊക്കെ നമ്മുടെ നാട്ടിലും, അതായത് കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ ഒക്കെ കീഴിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് എല്ലാ സ്കൂളുകളിലും കാണുന്ന 4 കോഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്. അതിൽ ബയോളജി സയൻസ് ഉണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. ഇതാണ് കോമൺ ആയിട്ട് എല്ലാ സ്കൂളുകളിലും കാണപ്പെടുന്ന കോഴ്സസ്. പക്ഷേ ഇതിൽ തന്നെ വേറെ വ്യത്യസ്തമായ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ സൈക്കോളജി, അതേപോലെ തന്നെ ഇപ്പോൾ കൊമേഴ്സിലൊക്കെ തന്നെയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിൽ പഠിക്കുക. അതിന് പകരം പിന്നെ കൊമേഴ്സ് വിത്ത് മാത്സ് പഠിക്കുക. അതേപോലെ ഹ്യൂമാനിറ്റീസിൽ തന്നെ ഒരുപാട് വേറെ കോമ്പിനേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ താല്പര്യമുള്ള കുട്ടികളൊക്കെ ആയിരിക്കും അത് തിരഞ്ഞെടുത്ത് പഠിക്കേണ്ടാവുക. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ബയോളജി സയൻസ് ആണ്. അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ലാംഗ്വേജസ്. അപ്പോൾ ഞാൻ അത് എടുത്തുകൊണ്ട് തന്നെ കൂടുതലും അതിൽ നിന്നിട്ടായിരിക്കും പറയുക. ബാക്കിയുള്ളതും കൂടി ഉൾപ്പെടുത്താൻ നോക്കുമെങ്കിൽ കൂടുതലും സയൻസിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് +1 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സബ്ജക്ട്സ് പഠിക്കുന്നതിൻ്റെ ഒരു ഡിഫിക്കൽറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ 10th എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പല +1 സ്റ്റുഡൻസും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻസ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതൊന്നുമല്ല മക്കളെ, നിങ്ങൾ +1ക്ക് ഭയങ്കര സീനാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ടഫാണെന്നുള്ള രീതിയിൽ മെസ്സേജൊക്കെ കമൻസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേ പേരൊക്കെ പിന്നെ +1ലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു എടുത്താൽ പൊങ്ങാത്തൊരു ടാസ്ക്കാണെന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മുടെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8ൽ പഠിച്ചതല്ല നമ്മൾ 9ൽ പഠിക്കുന്നത്, അതിനെക്കാട്ടി ഒരു സ്റ്റെപ്പ് മേലെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻക്രീസ് എന്തായാലും ഉണ്ട്. പക്ഷേ 10th നിന്ന് +1ക്ക് വരുമ്പോൾ നമ്മൾ +2ലേക്ക് ഫോളോ ചെയ്യുന്നത് നാഷണൽ ഒട്ടുക്കും ഒരേ ടെക്സ്റ്റ് ബുക്കാണ്. NCERT സയൻസിനൊക്കെ ആയാലും NCERT ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ഒരു 2-3 സ്റ്റെപ്പ് കൂടുതൽ നമ്മൾ ഇൻക്രീസ് ആവും. അതാണ് ആ ഒരു ഡിഫിക്കൽറ്റിയുടെ കാരണമായിട്ട് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു NCERT ഒരു നാഷണൽ ബേസ്ഡ് ടെക്സ്റ്റ് ബുക്കൊക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു ലെവലിലെത്തണം. പിന്നെ +2 ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഓരോ പുതിയൊരു കോളേജിലേക്ക് അഡ്മിഷൻ ചെയ്യാനാണെങ്കിലും എൻട്രൻസ് എക്സാമൊക്കെ എഴുതാനാണെങ്കിലും ആ ഒരു ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് +1 10th അപേക്ഷിച്ച് മറ്റ് ക്ലാസ്സുകളെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചും കൂടി ടഫായിട്ട് ഫീൽ ചെയ്യണത്. പക്ഷേ നമ്മൾ അത്യാവശ്യമൊക്കെ ഒരു എന്തൊക്കെയാണ് പിന്നെ ക്ലാസ്സിൽ നടക്കുന്നത് അതൊക്കെ അത്യാവശ്യം ഒന്ന് പഠിച്ച് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ +1 ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളുടെ സ്ട്രീമിനനുസരിച്ച് നിങ്ങൾക്ക് സബ്ജക്ട്സ് ഉണ്ടാവും. 6 സബ്ജക്ട്സാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഓക്കെ, പിന്നെ 4 കോർ സബ്ജക്ട്സും 2 ലാംഗ്വേജസാണ് ഉണ്ടാവുക. അതിലൊന്ന് ഇംഗ്ലീഷാണ്. പിന്നെ അടുത്ത ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ്, അറബി, അങ്ങനെ നമുക്കിഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മലയാളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഹിന്ദി, ഇപ്പോൾ മലയാളത്തിൽ അത്ര എഴുതാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഹിന്ദി ചൂസ് ചെയ്യാം.
ലാംഗ്വേജസ് എന്നൊക്കെ പറയുമ്പോൾ പ്ലസ് വണ്ണിൽ പിന്നെ അത്യാവശ്യം നമ്മൾ 10th പഠിച്ച ആ ഒരു ലെവലൊക്കെ തന്നെയാണ്. അങ്ങനെ അത്ര അതിൻ്റെ ലെവൽ അങ്ങോട്ട് ഇൻക്രീസ് ആയ പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കൂടുതൽ പേർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സാണ് ലാംഗ്വേജ്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അത് മാറും. ഇംഗ്ലീഷ് എനിക്ക് റിസൾട്ടൊന്നും വന്നിട്ടില്ല. റിസൾട്ട് 15-ാം തീയതിയാണ്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണ് ലാംഗ്വേജസിൻ്റെ ഒരു കിടപ്പ്. പിന്നെ കോർ സബ്ജക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിസിക്സിനെ പറ്റി നമുക്ക് തുടങ്ങാം. ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് പ്ലസ് വണ്ണിലൊരു കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് ചിലപ്പോൾ ഫിസിക്സ് ഫീൽ ചെയ്യാം. കാരണം നമ്മൾ 10th അത്യാവശ്യം ഒരു കുറച്ച് പാഠങ്ങളാണ് പഠിക്കുന്നത്. ഞാനൊക്കെ പഠിച്ച സമയം ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. പിന്നീട് ഇവിടേക്ക് വരുമ്പോൾ ഒരു 14 പാഠങ്ങളാണ് നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ളത്. അത് അത്യാവശ്യം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പാഠങ്ങളാണ്. പിന്നെ ഡെറിവേഷൻസ്, പിന്നെ നമ്മൾ 10th വരെ ഒന്നും നമ്മൾ അധികം കേൾക്കാത്ത ഒരു വാക്കാണ്. അത് നമ്മൾ 11th ഡെറിവേഷൻസ് നമുക്കൊരു മെയിൻ സ്കോറിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഡെറിവേഷൻ പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ എത്തിക്കില്ലേ, ഒരു ലോൻ്റെ ബേസ് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ടാവും. അതെങ്ങനെയാണ് ഒരു ഇക്വേഷനിലേക്ക് വരുന്നത്, അത് ആ ഒരു പ്രോസസ്സാണ്, സ്റ്റെപ്പാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് തലയിൽ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ബൈ ഹാർട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഫിസിക്സ് ഒരു ഹൈക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് മുതലേ ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ ഫിസിക്സ് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നുള്ളൂ. പിന്നെ കെമിസ്ട്രിയും നമുക്ക് 9 ചാപ്റ്റേഴ്സാണ് പ്ലസ് വണ്ണിലുള്ളത്. അതും നമ്മൾ നന്നായിട്ട് നോക്കിയാൽ അടിപൊളിയായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ കെമിസ്ട്രി. പിന്നെ ബയോളജിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ബയോളജി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ബയോളജി സയൻസ് എടുത്തത്. ഇപ്പോൾ കമ്പ്യൂട്ടറിനേക്കാളും എനിക്ക് ഇഷ്ടം ബയോളജിയാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ബയോളജി അത്യാവശ്യം സിമ്പിളായിട്ട് മീൻസ് എല്ലാവർക്കും ഭയങ്കര ബയോളജി പ്ലസ് വണ്ണിൽ അത്യാവശ്യം നല്ല സിലബസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ +2 സ്റ്റാർട്ട് ചെയ്തല്ലോ ക്ലാസ്സസ്. അപ്പോൾ +2 ബയോളജിനെയും കാട്ടി എനിക്ക് ടഫായിട്ട് തോന്നിയിരിക്കുന്നത് +1 ആണ്. കാരണം കുറേ കാര്യങ്ങൾ പ്ലാന്റ്സിൻ്റെ നമ്മുടെ ബോഡിയിലുള്ളതായിക്കോട്ടെ കുറേ കാര്യങ്ങൾ നമ്മൾ +1 പഠിക്കുന്നുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ +1 കുറച്ച് ഇത് കൂടുതലാണ് തോന്നി. അത് കുറച്ചും കൂടി ഡിവൈഡ് ചെയ്തിട്ട് +2ക്ക് ഇടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി ചിലർക്കൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടാണ് എല്ലാവരും ഭയങ്കര ടഫായിട്ട് പറയുന്ന മാത്സ്. എനിക്കും മാത്സ് അത്യാവശ്യം ഒരു ടഫ് സബ്ജക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാം ആയാലും അത്യാവശ്യം മോഡലും ക്രിസ്മസൊക്കെ നല്ല ഒരു ലെവൽ കൂട്ടിയിട്ട് തന്നെയായിരുന്നു മാത്സിൻ്റെ പേപ്പർ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പേ അത്ര ഫെമിലറൈസ് അല്ല. കാരണം NCERT ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചാൽ NCERT അല്ലാത്തതും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ എല്ലാ സ്കൂളുകളിലൊന്നും NCERT ഫോളോ ചെയ്യണമെന്നില്ല. ഒരു സ്ഥിരം വരുന്ന പാറ്റേണൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അതായിരിക്കും വരാറ്. അപ്പോൾ അതിനൊരു പെട്ടെന്നൊരു മാറ്റം വന്നപ്പോഴാണ് ഈ അടുത്ത് മാത്സ് പേപ്പറുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ടഫാവുന്നത്. അതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. +2 ഇപ്പോൾ മാത്സ് ക്ലാസ്സൊക്കെ തുടങ്ങി. ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ അത് തുടങ്ങണം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പണി കിട്ടും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഏകദേശം ലാംഗ്വേജ് പിന്നെ സബ്ജക്ട്സിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നീട് എന്ന് പറയുന്നത് ഈ ഒരു കൂടുതലും 11th ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത് 9th ടോപ്പിക്സായിട്ട് സിമിലർ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ 10th പഠിക്കുന്ന ഈ ഒരു കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചത്. അത് നമുക്ക് വരുന്നത് +2ലാണ്. പക്ഷേ നമ്മൾ +1 പഠിക്കുന്ന ടോപ്പിക്, അതായത് ഈ വർക്ക്, പിന്നെ മോഷൻ, പിന്നെ സ്ട്രെയിറ്റ് ലൈന്, അങ്ങനെ വർക്ക്, എനർജി, പവർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ 9th പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ പേരും 10th ആയിരിക്കും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 9th ടോപ്പിക്സ് മറന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 11th കുറച്ചും കൂടി ടഫായിട്ട് തോന്നുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒരു 9th ടോപ്പിക്സൊക്കെ അറിഞ്ഞാൽ 11th ഒരു കണ്ടിന്യൂറ്റി കിട്ടും. പിന്നീടുള്ളൊരു സംശയം എന്ന് പറയുന്നത് എല്ലാവർക്കും ട്യൂഷൻ നെസസറി ആണോ എന്നുള്ളൊരു ഇതാണ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ സ്കൂളിന് പുറമെ അങ്ങനെ ഒരു ട്യൂഷൻ ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ ഹൈസ്കൂളിലും ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് സ്കൂളിലത്തെ പഠിപ്പിക്കുന്ന ഇതും പിന്നെ ഇപ്പോൾ നമുക്ക് വല്ല പിന്നെ ഡൗട്ട്സ് വല്ലതും അങ്ങനെ എക്സ്ട്രാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ, മൊബൈലുണ്ടല്ലോ, നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഫുൾ ആക്സസ് ആണ്. നമുക്ക് ഇതിനോട് ചോദിക്കുക. അതേപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, എക്സാമിനർ, എക്സൈലം, എജുപോർട്ട്, അങ്ങനെ ഒരുപാട് പിന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അതിന് സ്പെഷ്യലായിട്ടുള്ള ട്യൂഷൻ എടുത്തിട്ടില്ല. കൂടുതലും യൂട്യൂബ് ക്ലാസ്സസൊക്കെയും ആണ് ഡിപ്പെൻഡ് ചെയ്യാറ്.
അതുകൊണ്ട് തന്നെ ആ ഒരു ട്യൂഷൻ നെസസറി ആണോ എന്നുള്ള ചോദ്യം ഓരോ പിന്നെ കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്താണ് ഇപ്പോൾ റെഗുലർ സ്കൂൾ ഡേ കഴിഞ്ഞിട്ട് വീണ്ടും ട്യൂഷന് ഇരിക്കാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു മൈൻഡൊക്കെ വേണം. കാരണം വീണ്ടും നമ്മൾ ആ ഒരു എന്താണ് ഇങ്ങനെ ഒരു ഇതായി പഠിക്കണ്ടേ. നമുക്കിപ്പോൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നമുക്ക് ഇഷ്ടം ഉള്ള ടൈമിൽ ഇഷ്ടമുള്ള പോലെ പഠിക്കുക. പക്ഷേ ട്യൂഷനാകുമ്പോൾ നമ്മൾ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ട്യൂഷൻ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിന് പുറമേ നമുക്ക് വേറൊരു ഫിസിക്കലായിട്ടുള്ളൊരു ട്യൂഷൻ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേറൊരു ഇപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ ആണെങ്കിൽ വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്താണ് എൻട്രൻസിനോ അങ്ങനെ എക്സ്ട്രാ വല്ലതും നോക്കുകയാണെങ്കിൽ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യും, ട്യൂഷൻ റെക്കമെൻഡ് ചെയ്യും. എൻട്രൻസ് ട്യൂഷൻസൊക്കെ നിങ്ങൾക്ക് എന്താണ് +1 +2ൻ്റെ കൂടെ പാരലായിട്ട് നോക്കി പോകണമെങ്കിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ എന്താണ് ബോർഡ് എക്സാമിന് അതത്ര നെസസറി അല്ല. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം നല്ല ആക്സസ് ഉള്ളതുകൊണ്ട് അത് തന്നെ മതിയാവുമെന്നാണ് തോന്നുന്നത്. ഇനി എന്താണ് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ നോക്കട്ടെ. പിന്നെ +1നെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, പിന്നെ എക്സ്ട്രാ കരിക്കുലേഴ്സ്, പിന്നെ കലോത്സവം ഒക്കെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് കലോത്സവം, കായികോത്സവം എല്ലാം ഉണ്ടാവും, ശാസ്ത്രോത്സവം ഒക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ക്ലാസ്സസ് മിസ്സാവും. അതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു ഇപ്പോൾ എന്താണ് 10th പോലെ അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് സ്പൂൺ ഫീഡ് ചെയ്തിട്ട് +1 അങ്ങനെ നമുക്ക് തരില്ല. നമ്മൾ തന്നെ കുറച്ചും കൂടി സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ആ ഒരു ഡിഫറൻസും കൂടിയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഹയർ സ്റ്റഡീസൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര സെൽഫ് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് അവർ വന്ന് ലെക്ചേഴ്സ് തരും, നമ്മൾ വേണമെങ്കിൽ നമ്മൾ സെൽഫ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇവിടെ അത്രത്തോളം ഇല്ലെങ്കിൽ നമുക്ക് ഒരു മോട്ടിവേഷൻ വേണം, എന്നാലേ നമുക്ക് ആ ഒരു മൊമെൻറ്റം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത്രയൊക്കെയാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഇനി ഇതിൽ വിട്ടുപോയ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കമൻസിൽ ഡൗട്ടായിട്ട് ചോദിക്കുക. ഞാൻ വേണമെങ്കിൽ ഒരു പാർട്ട് 2 പോലെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ.